2010 ഓഗസ്റ്റ് 2-നായിരുന്നു ധർമ്മടം ചിറക്കുനിയിൽ സർക്കസ് അക്കാദമി ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യവും ഭക്ഷണവും വിദ്യാഭ്യാസവും നൽകുന്നതിനൊപ്പം സർക്കസ് കലയിൽ പരിശീലനവും നൽകുക എന്നതായിരുന്നു അക്കാദമിയുടെ ലക്ഷ്യം. സംസ്ഥാന കായിക വകുപ്പിന് കീഴിൽ ആരംഭിച്ച അക്കാദമിയുടെ നടത്തിപ്പ് ചുമതല കലക്ടർ ചെയർമാനായ 12-അംഗ കമ്മിറ്റിക്കായിരുന്നു. ബംഗാൾ, ആസാം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 14 വിദ്യാർത്ഥികളാണ് ആദ്യ ബാച്ചിലുണ്ടായിരുന്നത്. എന്നാൽ അക്കാദമി തുടങ്ങി വർഷം 7 കഴിഞ്ഞിട്ടും സർക്കസ് പരിശീലനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും അധികൃതർ ഇവിടെ ഒരുക്കിയില്ല. വേറെ ഒരു പ്രാക്ടീസിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതുവരെയായിട്ട് തുടങ്ങിയിട്ട് 5-6-7 വർഷം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു മുട്സൂചി വരെ ഇവിടെ വന്നിട്ടില്ല. ഇതോടെ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ കൊഴിഞ്ഞുപോയി. 2016-ൽ 2 കുട്ടികളാണ് പരിശീലനത്തിനുണ്ടായിരുന്നത്. ഈ വർഷം ആദ്യം അവരും സ്വദേശത്തേക്ക് തിരിച്ചുപോയതോടെ അക്കാദമിക്ക് പൂട്ടുവീണു. ഒരു സർക്കസ് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സീരിയസ് ആയി കണ്ട് നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകോത്തര കലാ സൃഷ്ടിയെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള വളരെ ഗൗരവപൂർണമായ ഒരു ശ്രമവും ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതാണ് ഇന്നത്തെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം. പരിശീലനത്തിനായി കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ച 3 ട്രെയിനർമാരടക്കം 5 ജീവനക്കാർക്ക് 1 വർഷമായി ശമ്പളവും ലഭിച്ചിട്ടില്ല. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.